ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ട്രഡീഷണൽ കറിയായ മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനുവേണ്ടി ഒരു 5 മാങ്ങ, നന്നായി പഴുത്ത മാങ്ങ തൊലി കളഞ്ഞ് എടുക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, അതേപോലെ 4 പച്ചമുളക് നടുവേ കീറി അതിലിട്ട് കൊടുക്കുക. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരെ അടുപ്പിലേക്ക് വയ്ക്കാം. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നന്നായി വേവിക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. വെല്ലമാണ് ചേർക്കേണ്ടത്. വെല്ലമില്ലാത്തതുകൊണ്ട് പഞ്ചസാരയാണ് ചേർത്തത്. ചെറിയ തേങ്ങയാണെങ്കിൽ 1 തേങ്ങയും, അല്ലെങ്കിൽ വലിയ തേങ്ങയാണെങ്കിൽ 1 മുറി തേങ്ങയും എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, അതേ അളവിൽ 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അതിനുശേഷം കറിയിലേക്ക് ഈ അരപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തിള വരുന്ന സമയത്ത് 1 കപ്പ് തൈര് നന്നായി ഉടച്ചെടുത്ത ശേഷം അതും കൂടി ഈ കറിയിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ഇടേണ്ടത് 1 ടീസ്പൂൺ ഉലുവയാണ്. അതിനുശേഷം കടുകിടുക. കടുകും 1 ടീസ്പൂൺ മതിയാവും. ഒരു 3 ചുവന്ന മുളക് 2ആയി പൊട്ടിച്ച് ആ എണ്ണയിലേക്ക് ചേർക്കുക. അതിനുശേഷം കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില നന്നായി കഴുകിയെടുത്തത് അതിലേക്ക് ചേർക്കുക. ശേഷം കറിയിലേക്ക് ഈ കടുക് വറുത്ത സാധനങ്ങൾ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് വെച്ച ശേഷം സെർവ് ചെയ്യാം.